ഇന്നത്തെ വീഡിയോയിൽ LMB മാത്രമായി ചെക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഡിഷിൻ്റെ മുകളിലുള്ള LMB കംപ്ലൈൻ്റ് ആയാൽ LMB മാത്രമായി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ, കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സിഗ്നലും കാര്യങ്ങളും ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്ട്രെങ്ത്ത് ക്വാണ്ടിറ്റി രണ്ട് കാണിക്കുന്നുണ്ട്. അതായത് ക്വാണ്ടിറ്റി സ്ട്രെങ്ത്തും രണ്ടും ഡിഷിൻ്റേതാണ്. അതുപോലെ ഇതിൽ LMB മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുമോ, അതായത് സിഗ്നൽ ബോക്സിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ HDയുടെ ഒരു ബോക്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിഗ്നലും കാര്യങ്ങളും നോക്കുമ്പോൾ നല്ല ഫുൾ സിഗ്നലും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ വൈറ്റ് കേബിളാണ് വരുന്നത്. ഇത് ഡിഷിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത വയറാണ്. അപ്പം ഇതില്ലാതെ ഇനി ഡിഷില്ലാതെ LMB മാത്രമായിട്ട് കണക്ട് ചെയ്താൽ ബോക്സിൽ സിഗ്നൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയി ഞാനിവിടെ മീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഡിഷ് എടുത്തിട്ടുണ്ട്. ഡിഷല്ല, രണ്ട് LMB എടുത്തിട്ടുണ്ട്. രണ്ട് LMB ആണ്. രണ്ടു പഴയ LMB ആണ്, ഒന്ന് കുറച്ച് പുതിയതാണ്. പിന്നെ ഒരു കേബിൾ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മീറ്ററുണ്ട്, DB മീറ്ററാണ്, സിഗ്നൽ കാര്യങ്ങളും പിടിക്കുന്ന മീറ്ററാണ്. അപ്പം ആദ്യം ഞാൻ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ സിഗ്നൽ LMB മാത്രമായിട്ട് സിഗ്നൽ ഇതിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ബോക്സിലേക്ക് സിഗ്നൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ മീറ്റർ ഓൺ ആക്കുമ്പോൾ തന്നെ അതിലൊരു റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട്. അതായത് സ്ട്രെങ്ത്തും ക്വാണ്ടിറ്റിയും. അതായത് സ്ട്രെങ്ത്തിൽ ചെറിയ രീതിയിൽ ഒരു പോയിന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് എല്ലാ മീറ്ററിലും അങ്ങനെ തന്നെയാണ്. അതിൽ സോളിഡിൻ്റെ SF-ൻ്റെ 720 മീറ്ററിൽ അങ്ങനെയാണ്. ചെറിയ രീതിയിൽ 16% അവിടെ ഓൾറെഡി ഉണ്ടാകും. അത് പോവുകയൊന്നുമില്ല. അത് ഓൺ ആക്കുമ്പോൾ തന്നെ അവർ കാണിക്കും. അപ്പം ഇതിലേക്ക് ഇനി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് LMB വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു LMB എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയർ കേബിൾ, ആ കേബിളിൻ്റെ രണ്ടറ്റത്തും കണക്ടർ, അതായത് ഡിഷിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒന്ന് LMBയിലേക്ക് ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് കണക്ടറും അതിൻ്റെ വയറിൻ്റെ രണ്ടറ്റത്തുമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ആദ്യം തന്നെ ഞാൻ കേബിൾ ഒന്ന് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ അതേ പോയിൻ്റ് തന്നെ, ആ റെഡ് പോയിൻ്റ് അതുപോലെ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ മാത്രമാണുള്ളത്. ഇനി നമുക്ക് LMB, നമ്മുടെ കയ്യിലുള്ള LMB കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ കംപ്ലൈൻ്റ് ആയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യാൻ ഇത് മീറ്ററിൽ കഴിയുമോ എന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ അടുത്തത് LMB ആണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. അതായത് ഡിഷിൻ്റെ മുകളിലുള്ള സിഗ്നൽ പിടിക്കുന്ന സാധനമാണിത്, LMB. ഇവിടെ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കുമ്പോൾ തന്നെ അതിൽ സിഗ്നൽ കൂടുന്നതായി കാണാം. അതായത് മീറ്ററിൽ ആ ചുവപ്പ് വര പകുതിയോളം വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനർത്ഥം ഈ LMB വർക്കിംഗ് ആണ്, കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ആ ചുവപ്പ് വര അത് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം ആ കേബിൾ LMBയിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ തന്നെ മാറ്റം കാണുന്നുണ്ട്. അതിനർത്ഥം ഈ മീറ്റർ വഴി ടെക്നീഷ്യന്മാരെല്ലാം LMB ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മീറ്റർ വഴി ആദ്യം നോക്കും LMB കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന്. അതിന് ശേഷമാണ് LMBയുടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ LMB മാറ്റുക. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ മീറ്ററിൽ ചെറുതായ രീതിയിൽ തന്നെ LMB ഒന്ന് അനക്കുമ്പോൾ തന്നെ അവിടെ സിഗ്നൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ LMB അയച്ചെടുക്കാം. ഇപ്പം ഇവിടെ അയക്കുമ്പോൾ തന്നെ സിഗ്നൽ പോകുന്നതായിട്ട് കാണാം. അതായത് ഡിഷില്ലാതെ തന്നെ LMB ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് മീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിഷില്ലാതെ LMB ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ 0യിലാണ് കാണിക്കുന്നത്. അത് ഫസ്റ്റുള്ള അതേപോലെ തന്നെ ആ റെഡ് പോയിൻ്റ് അവിടെ ഉണ്ട്. ചെറിയ രീതിയിലാണ്. ഇനി അടുത്ത LMB ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ LMB കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. അതായത് ആ റെഡ് മാർക്ക് ചെറിയ രീതിയിൽ വലിയ പകുതിയോളം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ LMB ഒന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അവിടെ സിഗ്നൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് LMB വർക്കിംഗ് തന്നെയാണ്. പക്ഷേ ഈ LMB കുറച്ച് പഴയതാണ്. അതിൻ്റെ ഉള്ളിൽ
മുൻവശത്തുള്ള ആ പ്ലാസ്റ്റിക് കവറെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല രീതിയിലുള്ള സിഗ്നൽ ഗെയിൻ കിട്ടുന്ന ഒരു LMB തന്നെയാണ് ഇത്. കുറച്ച് പഴയതാണെങ്കിലും അത് സിഗ്നൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ LMB ഒന്ന് അയച്ച് നോക്കാം. ഇപ്പോൾ ഈ LMB ഇവിടെ നിന്ന് അയക്കുമ്പോൾ തന്നെ മീറ്ററിൽ ആ സിഗ്നൽ പോയിട്ടുണ്ട്. ഇനി പഴയ LMB ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ പെർസെൻറ്റേജ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ രണ്ട് LMB നല്ല രീതിയിൽ വർക്കിംഗ് ചെയ്യുന്ന LMB ആണ്. ചെറിയ രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ സിഗ്നലും കാര്യങ്ങളും കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ LMBയിൽ നിന്നും മീറ്ററിൽ നിന്നും സിഗ്നൽ LMB കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ടെക്നീഷ്യന്മാരെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മീറ്ററിൽ നിന്ന് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഊരി വെക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതിലിപ്പോൾ GSATൻ്റെതാണ് പിടിച്ചിട്ടുള്ളത്. GSATൽ തന്നെ കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൺ ഡയറക്റ്റിൻ്റെ പൊസിഷനിലാക്കി വെച്ചിട്ടുണ്ട്. സൺ ഡയറക്റ്റിൻ്റെ GSAT 91.5ൻ്റെ 12316ൻ്റെയിലാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ തന്നെ അതിലും സിഗ്നൽ ഇതുപോലെ തന്നെയാണ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ GSATൻ്റെ സാറ്റലൈറ്റിലായിരുന്നു വെച്ചത്. ഇപ്പോൾ സൺ ഡയറക്റ്റിലാണ് വെച്ചത്. അപ്പോൾ അതിലും 2 LMB കൊടുക്കുമ്പോൾ 2 LMB അതിലും സിഗ്നൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ്. ഇതിൽ ഇപ്പം സിഗ്നൽ കാര്യം 2 LMB നല്ല വർക്കിംഗ് LMB ആണ്. അതിൻ്റെ മുൻവശം ചെറിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ബോക്സ് കണക്ട് ചെയ്ത ബോക്സ് HDD ഒരു ബോക്സാണ്. ബോക്സിലൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ബോക്സിൽ കണക്ട് ചെയ്ത കേബിളാണിത്. ഈ കേബിൾ ഒന്ന് നമുക്ക് മീറ്ററിലൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ മീറ്ററിൽ ആദ്യം കൊടുത്ത കേബിൾ ഞാൻ ഊരി, അതിനുശേഷം ഞാൻ ബോക്സിലേക്ക്, അതായത് വർക്ക് ചെയ്ത ഡിഷിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന മീറ്റർ ഇവിടെ കൊടുക്കുമ്പോൾ 2 സിഗ്നൽ വരുന്നുണ്ട്. അതായത് സ്ട്രെങ്ത്തും ക്വാണ്ടിറ്റിയും നല്ല രീതിയിൽ തന്നെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. അതായത് സൺ ഡയറക്റ്റിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ നോർമലും ആയാലും HD ആയാലും രണ്ടിലും നല്ല രീതിയിൽ ഗെയിൻ കിട്ടുന്നുണ്ട് സൺ ഡയറക്റ്റിൻ്റെ. അതുപോലെ തന്നെ ഡി ഫ്രീ ഡിഷിൻ്റെ സിഗ്നലും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ഡിഷിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും സെറ്റാക്കി LMB കാര്യങ്ങളൊക്കെ തിരിച്ച് റെഡിയാക്കിയ വയറാണ്, കേബിളാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സിഗ്നലും കാര്യങ്ങളും പെട്ടെന്ന് ഇതിൽ കിട്ടുന്നത് മീറ്ററിൽ. മുകളിൽ കയറി നോക്കേണ്ട ആവശ്യമില്ല. അടിയിൽ നിന്ന് തന്നെ മീറ്റർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ടെക്നീഷ്യന്മാർ ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഇതൊന്ന് ഊരി നോക്കാം. ഊരിയതിന് ശേഷം നമ്മൾ ആ പിൻ, അതായത് ഇപ്പോൾ കണക്ട് ചെയ്ത LMBയിൽ നിന്നുള്ള കേബിളിൻ്റെ ആ ഭാഗം ഈ ബോക്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ വയർ ഇട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൽ സിഗ്നൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അവിടെ വെള്ള കേബിളാണ് കണക്ട് ചെയ്തത്. ഡിഷിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കേബിളാണ്. അത് കണക്ട് ചെയ്തിട്ട് സിഗ്നൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ വെക്കുകയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ SQ പറഞ്ഞിട്ട് ഇതിൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. 89%ഉം 82%ഉമായിട്ടാണ് 2 രീതിയിലാണ് പെർസെൻറ്റേജ് കാണിക്കുന്നത്. 85% കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കേബിൾ ഊരിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള LMBയും ആ കേബിളും കണക്ട് ചെയ്ത് ബോക്സിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ബോക്സിൽ സിഗ്നൽ വരുന്നുണ്ടോ വരുന്നില്ലയോ എന്ന് നോക്കാം. അതായത് ഇപ്പോൾ കണ്ട SQ എന്നിവ അവിടെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് നോക്കാം. അതിനായിട്ട് തന്നെ LMB എടുത്തിട്ട് നമ്മൾ ആ കേബിളിൽ ഘടിപ്പിക്കുകയാണ്. അതാണ് കണക്ടർ വെച്ച് നല്ല ടൈറ്റ് ആക്കുകയാണ്. അപ്പോൾ അതിനുശേഷം സിഗ്നൽ വരുമോ വരുന്നില്ലേ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മീറ്റർ ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ചെയ്താൽ സിഗ്നൽ വരുമോ വരില്ലേ എന്ന് നോക്കാം. പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു LMB മാത്രമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്താൽ സിഗ്നൽ കിട്ടുമോ കിട്ടില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് ലൈവിൽ തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു തല LMBയിലും മറ്റേ തല ബോക്സിലും
കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോക്സ് ഓൺ ആണ്. നേരെ ഞാൻ നോക്കുമ്പോൾ സിഗ്നലും ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൽ SQ 0-ലാണ്. അതായത് എസ് ചെറിയ രീതിയിൽ 5%, അതായത് പഴയ പോലെ തന്നെ കേബിൾ ഊരിയപ്പോൾ ഉള്ള അതേ പെർസെൻറ്റേജിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ LMB ചെറിയ രീതിയിൽ ഇളക്കി നോക്കുന്നുണ്ട്, പെർസെൻറ്റേജ് കാര്യങ്ങൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട്. പക്ഷേ LMB എന്ത് ചെയ്തിട്ടും അവിടെ ബോക്സിൽ കാണിക്കുന്നില്ല സിഗ്നലും കാര്യങ്ങളും ഒന്നും. ഇനി മീറ്ററിൽ കണക്ട് ചെയ്തിട്ടില്ല. മീറ്ററിന് അപ്പം ഈ കേബിൾ ഡയറക്റ്റ് പോകുന്നത് ബോക്സിലോട്ടാണ്. ബോക്സിൽ നിന്നും ഒന്നാമത്തെ കേബിൾ നേരെ LMBയിലോട്ടാണ് പോകുന്നത്. അപ്പോഴും അവിടെ സിഗ്നലും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതിനർത്ഥം ബോക്സിലേക്ക് സിഗ്നൽ വരുന്നില്ല എന്നാണ്. അതായത് LMB മാത്രം കണക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ബോക്സിൽ സിഗ്നൽ കാണിക്കുന്നില്ല, മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ മീറ്ററിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് LMBയുടെ കേബിളാണ് ഒന്ന് നേരെ ബോക്സിലേക്കാണ് പോകുന്നത് ആ വയർ. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ സിഗ്നൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ആ പിൻ എടുത്തിട്ട് നമുക്ക് മീറ്ററിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മീറ്ററിൽ കൊടുക്കുമ്പോൾ തന്നെ അതിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. LMB വർക്കിംഗ് ആണ് എന്നാണ് അതിനർത്ഥം. അതായത് LMBയുടെ സിഗ്നൽ ഇല്ലാതെ എസിൻ്റെ അവിടെ മാത്രം കാണിക്കുന്നുണ്ട്. ഡിഷും കൂടി ഉണ്ടെങ്കിൽ ആ ക്യൂയിലും കൂടി പെർസെൻറ്റേജ് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഡിഷ് ഇല്ലാതെ LMB മാത്രമാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എസിൽ മാത്രമായിട്ട് റെഡ് കളർ പകുതിയോളം വരുന്നത്. അതിനർത്ഥം LMBക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബോക്സിൽ HDയുടെ ഈ ബോക്സിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൽ സിഗ്നൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതുകൊണ്ട് തന്നെ പല കസ്റ്റമറും ചോദിച്ചിട്ടുണ്ടായിരുന്നു, LMB മാത്രമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും, ബോക്സിൽ നോക്കിയാൽ കാണുമോ കാണില്ലയോ എന്ന്. അപ്പം അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ LMBയിൽ നിന്ന് കണക്ഷൻ ഡിസ്കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ HDയുടെ ഈ ബോക്സ് ഇട്ടത് കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ HD സാധാ ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സ് ഏറ്റവും പുതിയ ബോക്സാണ്. അപ്പോൾ അതിലൊന്ന് നോക്കാം. നമുക്ക് അധികം ആളുകളുടെ അടുത്തുള്ള ബോക്സാണ്, നോർമൽ ടൈപ്പ്. ഈ ബോക്സിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം അധികം ആളുടെ ടൈപ്പ് എടുത്തും ഇങ്ങനത്തെ ബോക്സാണ് ഇപ്പോൾ ഉണ്ടാകും. അപ്പോൾ അവർക്കും ഈ ബോക്സിൽ ഇട്ട് നോക്കിയാൽ വരുമോ വരില്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ അഡാപ്റ്റർ കുത്തി HDMI കേബിളും കിട്ടി, LMB കൊടുത്ത് എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് വയറും കണക്ട് ചെയ്തു. അതിൻ്റെ മറ്റേ തല LMBയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ TV ഓണാക്കി TVയിലേക്ക് സിഗ്നൽ നോക്കുമ്പോൾ അവിടെ SCQയിൽ 0 ആണ്. ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, പെർസെൻറ്റേജ് 0-ലാണ് രണ്ടും കിടക്കുന്നത്. ഇത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് LMBയിലാണ്. ഇപ്പോൾ മീറ്ററിൽ കണക്ട് ചെയ്തില്ല, മീറ്റർ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ LMB ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഉള്ളത് HDMI കേബിളാണ്, ഒന്ന് അഡാപ്റ്ററിൻ്റെ കേബിളാണ്, അതായത് ചാർജർ, ബോക്സ് വർക്ക് ചെയ്യുന്ന ചാർജർ. ഇതാണ്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. LMB ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നേരെ പോകുന്നത് ബോക്സിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി പൊന്തിക്കുകയാണെങ്കിൽ ഇതവിടെ SCQയിൽ 0 ആണ് പെർസെൻറ്റേജ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിലും നമുക്ക് LMB മാത്രമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഡിഷ് ഇല്ലാതെ, ഡിഷിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോയാലും നമ്മുടെ LMB കണക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ സിഗ്നൽ നോക്കുന്ന സമയം നമുക്ക് SCQയിൽ ചെറിയ രീതിയിൽ പോലും ഒരു പെർസെൻറ്റേജ് കാണിക്കുകയില്ല. അതിനാൽ ഈ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് LMB വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് സിഗ്നലും കാര്യങ്ങളും ടെക്നീഷ്യൻ വന്ന് നോക്കേണ്ടി വരും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ മീറ്റർ ഉണ്ടെങ്കിൽ മീറ്റർ വെച്ച് നോക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ LMB കണക്ട് ചെയ്ത കേബിൾ ഊരിയിട്ട് ഞങ്ങളുടെ പഴയ, അതായത് കണക്ട് ചെയ്ത ഡിഷിലേക്ക് കണക്ട് ചെയ്ത സിഗ്നൽ കാര്യങ്ങൾ കിട്ടുന്ന കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ബോക്സിൽ വാലിഡ് സെക്ടർ ഫൗണ്ടാണ്, അതായത് ആക്ടിവേഷൻ ആവാത്ത ബോക്സാണ്. ഇനി അതുകൊണ്ടാണ് സിഗ്നൽ വരാത്തത് എന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിലേക്കൊന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം സിഗ്നലും കാര്യങ്ങളും ഈ ബോക്സിൽ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ എന്ന്.
ഇപ്പോൾ ഇവിടെ ഞാൻ ആ കേബിൾ, അതായത് ഡിഷിൽ നിന്നും ഡയറക്റ്റ് വരുന്ന സെറ്റ് ചെയ്ത അലൈൻമെൻറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത കേബിളാണ് ഇവിടെ കണക്റ്റ് ആകുന്നത്. അപ്പോൾ കണക്റ്റ് ആയതിന് ശേഷം ഇവിടെ സിഗ്നൽ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ SCQയിൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ആ വര ഫുൾ ഒരു ചെറിയ രീതിയിൽ മാത്രം കുറവുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. 85-90% കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ സിഗ്നലും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. LNB മാത്രമായിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ പെർസെൻറ്റേജ് കാര്യങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബോക്സ് വാലിഡ് സെക്ടർ ഫൗണ്ടാണ്, അതായത് ആക്ടിവേഷൻ ആവാത്ത ബോക്സ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്, വാലിഡ് സെക്ടർ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കേബിൾ ഊരി നമ്മൾ ബോക്സിൻ്റെ കുഴപ്പമൊന്നുമില്ല. അതായത് LNB മാത്രമായിട്ട് നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാലും ബോക്സിൽ അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നതല്ല. ഒന്നെങ്കിൽ ഡിഷ് ഉണ്ടായിരിക്കണം, ഡിഷും LNBയും കൂടി രണ്ടും കൂടി സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബോക്സിൽ സിഗ്നൽ കാണിക്കുകയുള്ളൂ. പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു LNB കംപ്ലൈൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക, എങ്ങനെ നോക്കിയാൽ മതിയോ, LNB മാത്രമായിട്ട് കണക്ട് ചെയ്താൽ ബോക്സിൽ സിഗ്നൽ വരുമോ ഇല്ലയോ എന്ന്. അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പഴയ ബോക്സ് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം പഴയ ബോക്സിൻ്റെ HDMI AA ബോക്സ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ പിക്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. LNB മാത്രമായിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന നോക്കാൻ സാധിക്കുന്നതല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് DB മീറ്റർ വേണം, എന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നിങ്ങൾക്ക് പവർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.